ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കാളനാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അതുപോലെ ടയേർഡായിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായ ഒരു ഡിഷാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, അതുപോലെ നല്ലൊരു പീസ് ഇഞ്ചി ഉണ്ട്, നാടൻ ഇഞ്ചിയാണ്, അതുപോലെ തന്നെ കരിയാപ്പിലയുണ്ട്, ആവശ്യത്തിനായ തൈര് വേണം, തൈരും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളുടെ ആവശ്യമായ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് വളരെ തിന്നായിട്ട് വേണം അരിയാൻ, എങ്കിലേ അത് മൂക്കത്തുള്ളൂ, നന്നായി മൂത്ത് വരണം. തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി നന്നായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, അതുപോലെ കരിയാപ്പില, അതുപോലെ തൈര്, കട്ട തൈര് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഉടച്ച് നമ്മൾ ഉപയോഗിക്കണം. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ജീരകം, ഒരു നുള്ളു നല്ല ജീരകം ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, നന്നായി ഒന്ന് പച്ചമണം തോന്നണം വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്കിനി കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ആഡ് ചെയ്യും. ബീട്രൂട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാം. നമ്മുടെ ബീട്രൂട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ തീ ഫുള്ളായിട്ട് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൈര് ആഡ് ചെയ്യണം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇച്ചിരി ചൂടാറിയാലും ചട്ടിയുടെ ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കട്ടിയുള്ള തൈര് വേണം, വെള്ളം ചേർക്കാൻ പാടില്ല. കാള
ടേസ്റ്റ്